സജോ സായ്കുമാറിനോടും പ്രവീൺ പുരുഷോത്തമനോടൊപ്പം സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിഷയമായിരുന്നു. അതായത് എന്തു ടിസ്റ്റാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തുവച്ചിരിക്കുന്നത്? നേരത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴിനി ഈ ഒരു വാർത്താ സമ്മേളനം MLA സ്ഥാനം രാജിവെക്കാനാണോ അതോ മറ്റു വല്ല ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങൾക്കൊക്കെ വേറെ ഏത് വല്ല രീതിയിലുമുള്ള മറുപടി പറയാനാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. നേരത്തെ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എനിക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തിനാണ് പരാതി കൂടുതലായി വരുന്നത് എന്നുള്ള ചോദ്യം കൊണ്ടുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ തെളിവുകൾ വരികയാണ്. ഇന്നും വന്നിട്ടുണ്ട്, അതും സംസാരിക്കുന്ന തെളിവുകൾ വരികയല്ലേ. വിനേഷ്, അതായത് രാജ്യസമ്മർദ്ദം വളരെ ശക്തമാകുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുന്നു സജീവമായി എന്ന് മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു. ആ ഘട്ടത്തിൽ ന്യായീകരിച്ച് സമയം കളയാനില്ല എന്ന നിലപാട് ഹൈക്കമാൻഡിനെ അടക്കം അറിയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. കാരണം തിരഞ്ഞെടുപ്പിലേക്ക് ഇനി സജീവമായ ഒരു ടീമായി ഇറങ്ങേണ്ട സന്ദർഭമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും UDF സംബന്ധിച്ചും ഏറ്റവും സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഇങ്ങനെ വ്യയം ചെയ്ത് കളയാൻ സമയമില്ല എന്ന നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുന്നു. നമ്മൾ ഇന്ന് ഷാഫി പറമ്പലിന്റെ പ്രതികരണം കണ്ടതാണ്. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും അദ്ദേഹം മാത്രമാണ് ഇപ്പോഴും ശക്തമായ ഒരു പിന്തുണ, അതായത് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജി വന്നല്ലോ, അതിൽ കൂടുതൽ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നല്ല രണ്ടല്ല നിരവധി ഓഡിയോ ശബ്ദ സംഭാഷണങ്ങൾ തന്നെ ഇതിനകം പുറത്തു വന്നു. അതിനെക്കുറിച്ച് നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ട്, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്ന വേളയിൽ ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. ഓഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനോ എന്തെങ്കിലും മറുപടി പറയാനോ തയ്യാറായില്ല എന്നതടക്കം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതങ്ങനെയല്ല, പരാതിയില്ലല്ലോ, കേസില്ലല്ലോ, അന്വേഷണമില്ലല്ലോ, അതുകൊണ്ട് ഇതിനകം തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു രാജിയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകേണ്ട എന്ന നിലപാടാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യസമ്മർദ്ദം എന്നത് കുറെ കൂടി ശക്തമായി പാർട്ടിക്കകത്തു നിന്നടക്കം ഇങ്ങനെ വ്യയം ചെയ്ത് കളയേണ്ടതില്ലല്ലോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഒരു വശത്ത് നിൽക്കുന്നു. ഷാഫി പറമ്പിൽ മാത്രമാണ്, അദ്ദേഹവും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ കൈവിടാതെ നിൽക്കുന്നുണ്ട്. മറ്റു നേതാക്കൾക്ക്, അതായത് മറ്റു പല നേതാക്കൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ട്. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം, അങ്ങനെ ധാർമ്മികമായി തന്നെ ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ പ്രതിരോധിക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രതിരോധത്തിലാവുന്ന, കൂടുതൽ ദുർബലമായി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന നിലപാടുള്ളവരുമുണ്ട്. ആ കാര്യത്തിൽ എന്ത് വിശദീകരണം രാഹുലിന് നൽകാൻ കഴിയും എന്നത് കാത്തിരുന്ന് കാണേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഇന്ന് തന്നെ പുറത്തു വന്ന ശബ്ദ സന്ദേശമടക്കമുണ്ട്. അതിൽ ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നേരിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ച്, ഈ സംഭാഷണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഈ ഭീഷണിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നിരുന്നില്ല. അത്തരം വിഷയങ്ങളിൽ പരാതികളടക്കമുള്ള കാര്യങ്ങളിൽ അത് പരാതിയില്ലല്ലോ അല്ലെങ്കിൽ കേസില്ലല്ലോ എന്ന നിലപാട് സ്വീകരിക്കുകയും ഒരു പരിധിവരെ രാഹുലിനെ സംരക്ഷിച്ച് പിടിക്കുക എന്ന ഒരു നിലപാട് ഷാഫി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഷാഫിക്ക് പുറമെയുള്ള നേതാക്കൾ മറ്റ് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ നടത്തുന്നത്. പാർട്ടി എന്ന നിലയ്ക്ക് പ്രതിരോധത്തിലായി പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം വേണം എന്ന ആവശ്യം പലർക്കുമുണ്ട്. TN പ്രതാപനടക്കം ഇന്ന് വിശദീകരിച്ച കാര്യമുണ്ട്. അതായത് ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, കളങ്കരഹിതമായ പൊതുപ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്, അതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാവേണ്ട ഉത്തരവാദിത്തം എല്ലാ പൊതുപ്രവർത്തകർക്കും ഉണ്ട് എന്ന നിലപാട് കൃത്യമായി നേരിട്ടുള്ള സൂചനയാണ്, അല്ലെങ്കിൽ നേരിട്ട് രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് അദ്ദേഹം അടക്കം സ്വീകരിച്ചത്. അതേസമയം ഇതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ കാര്യങ്ങൾ എന്തു വേണമെന്ന് തീരുമാനിക്കും എന്നൊരു ചെറിയ സൂചന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കലിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും ഈ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമെന്ന സൂചന വരുന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരു പ്രതിപക്ഷ എന്ന നിലയ്ക്ക് നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട് കോൺഗ്രസിനും UDFനും. അങ്ങനെ ഒരു പ്രതിപക്ഷ ദൗത്യ നിർവഹണത്തിന് ഈ വിവാദങ്ങൾ വിഘാതമാകുന്നുണ്ടോ, തടസ്സമാകുന്നുണ്ടോ എന്ന സംശയം ഇതിനകം പല നേതാക്കളും ഉന്നയിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും രാഹുൽ പ്രഖ്യാപിക്കുക, വിശദീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. കാരണം ഒന്നോ രണ്ടോ കേസുകൾ സെറ്റിൽ ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളല്ലല്ലോ ഇതിൽ സംഭവിച്ചതെന്ന് പല നേതാക്കളും രഹസ്യമായി പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി സംഘടനയുടെ സമയത്തെ ആകെ വ്യയം ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്ന് പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇതിനകം വ്യക്തമാക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും ഒക്കെ അറിയിക്കുന്ന
സാഹചര്യം പോലും ഉണ്ടായി. യൂത്ത് കോൺഗ്രസിൽ പോലും വലിയ അന്തചിത്രങ്ങൾക്ക് ഇത് വഴി തുറന്നു എന്നത് നമ്മൾ കണ്ടതാണ്. തെളിവുകളടക്കം അവിടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചാറ്റുകൾ പോലും പുറത്തേക്ക് വരുന്നു. അതിൽ തന്നെ ഗ്രൂപ്പ് പോര്, വൈരം, അങ്ങനെ വലിയ ഒരു പോരിലേക്ക്, ഒരു ആഭ്യന്തര പോരിലേക്ക് ആ യുവജന സംഘടന പോലും എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ആത്യന്തികമായി ആ സംഘടനയ്ക്കും പുതിയൊരാളെ പ്രസിഡന്റ് പദവിയിലേക്ക് നിയോഗിക്കണം. ഒപ്പം ഈ വിവാദങ്ങൾക്ക് പരിഹാരം, അത് താൽക്കാലികമായെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന താല്പര്യമടക്കം അവർക്കുമുണ്ട്. അതുകൊണ്ട് നിർണായകമാകാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഏറെ നേരം മൗനത്തിൽ കഴിഞ്ഞു. അതിനുശേഷം പുറത്തു വന്ന് രാജി പ്രഖ്യാപിച്ചു. അതിനും അപ്പുറത്തേക്ക് ഇനി എന്ത്, ഷാഫി പറമ്പിലടക്കം അദ്ദേഹത്തിന്റെ മൗനം പിടിഞ്ഞ് കാര്യങ്ങളിൽ വിശദീകരണം നൽകുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടായോ എന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇനി ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന ഈ സംഘടനാ സംവിധാനത്തിനുണ്ടായ ഒരു ഡാമേജാണ്. തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവയെല്ലാം പരിഹരിച്ച് സർവ്വസജ്ജമായി നേരിടണം. അതാണ്, അങ്ങനെ മൗനത്തിൽ ഒളിക്കാൻ ഏതായാലും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. അതും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. പാർട്ടി